ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഡെയിലി ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനാണ് കേട്ടോ. ആദ്യം തന്നെ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് പരമാവധി എനിക്ക് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. പിന്നെ ഞാൻ മുറ്റടിച്ച് വരികയാണ് കേട്ടോ. അത് എൻ്റെ ഡെയിലി ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനാണ് കേട്ടോ. പിന്നെ മൂത്താൾ സ്കൂളിൽ പോയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് കാണിക്കുന്നതൊക്കെ. എൻ്റെ ചെറിയ മോള് നീച്ച് വന്നപ്പോൾ അവൾക്ക് ചൂടോടക്കുന്ന ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഈ ദോശയിലേക്ക് മക്കൾക്ക് ഇഷ്ടം ചട്നിയാണ്. അപ്പോൾ അതൊക്കെ നേരത്തെ ആയിരിക്കുന്നു. മൂത്താൾ സ്കൂളിൽ പോകുമ്പോഴേക്ക് ചട്നിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ നീച്ച് വന്നപ്പോൾ അവൾക്ക് ചൂടോടക്കം ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുളിക്കുന്നതിന് മുന്നേ തന്നെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അലക്കിയിട്ട് അഴലുമ കൊടുന്നിടും, വെള്ളം ഇറ്റി പോകാനൊക്കെ ആയിട്ട് കൊടുന്നിടാറുണ്ട്. പിന്നെ അവൾ സ്കൂളിൽ പോയതിന് ശേഷമാണ് അതൊക്കെ അഴലുമ തോരടാറുള്ളത്. പിന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അത് ഇങ്ങനെ കുറേയൊന്നും ഉണ്ടാവാറില്ല. ടൈമുള്ളപ്പോൾ എല്ലാം അപ്പോഴേക്കപ്പോൾ കഴുകി വെക്കാറാണ്. ഇതിപ്പോൾ അന്ന് സമയം ഉണ്ടായില്ല, അപ്പോൾ കുറച്ച് നേരം വൈകിയ കാരണം കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ മുകളിലുള്ള എല്ലാതും എടുത്തിട്ട് കഴുകാറുണ്ട്. അതെന്നും ഡെയിലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചിട്ട് സിങ്കും എല്ലാം കഴുകി ക്ലീനാക്കി ഇടാറുള്ളത് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ കൂട്ടിയിടാറൊന്നുമില്ല. അത് എനിക്കിഷ്ടമുള്ള കാര്യമില്ല. പെട്ടെന്ന് അപ്പോഴേക്കപ്പോൾ കഴുകാനാണ് എനിക്കിഷ്ടം. ഇന്ന് എനിക്കത് പറ്റിയില്ല. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ അങ്ങനെ കഴുകാൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞാൽ സ്ലാബും എല്ലാം മറ്റേ കൗണ്ടർ ടോപ്പില്ല, അതൊക്കെ ഞാൻ തുടച്ചിടാറുണ്ട്. മിക്സി ഉപയോഗിച്ചിട്ട് അന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്സിയൊക്കെ ഒന്ന് തുടയ്ക്കാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. മിക്കവാറും ചെറിയ ആൾ നീച്ച് വരുമ്പോഴേക്കൊക്കെ പരമാവധി പറ്റാവുന്ന പണികളൊക്കെ ചെയ്തു വയ്ക്കാറാണ്. അവൾക്കിപ്പോൾ 4 വയസ്സാണ്. അപ്പോൾ അവൾ നീച്ച് വന്നാൽ കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അപ്പോഴേക്ക് പരമാവധി അടിക്കൽ തുടയ്ക്കൽ എല്ലാം ചെയ്തു വയ്ക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. തിരുമ്പുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ എനിക്ക് പാത്രം കഴുകി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം. അതെപ്പോഴും ഒരു ശീലമാണ്. അപ്പോൾ ഞാനത് ചെയ്യാറുണ്ട്. എല്ലാം ഒന്ന് ക്ലീനാക്കി ഇടാറുണ്ട്. ഗ്യാസ് അടുപ്പും എല്ലാം ഒന്ന് ക്ലീനാക്കി ഇടാറുണ്ട്. പിന്നെ മൂത്താൾ സ്കൂളിൽ പോകുമ്പോൾ ചോറ് കൊണ്ടുപോകാറുള്ളത് കൊണ്ട് തന്നെ ചോറും കറികളൊക്കെ നേരത്തെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണികളൊന്നും ഇനിയില്ല. അപ്പോൾ ചോറും കറികളൊക്കെ ആയതുകൊണ്ട് പിന്നെ അടിക്കുക തുടയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് അവൾ സ്കൂളിൽ പോകേണ്ട തിരക്കായതുകൊണ്ട് എനിക്ക് ചോറും കറികളൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്നും ഞാൻ ചെയ്യാറുള്ളതാണ് കാര്യങ്ങൾ തന്നെയാണ്. ടേബിൾ തുടച്ചിടുക, പിന്നെ അടിച്ചു വരിക, തുടയ്ക്കുക, അതൊക്കെ നമ്മൾ എന്നും ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ എല്ലാം അതിൻ്റേതായ രീതിക്ക് തന്നെ നേരത്തെ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എല്ലാം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് ചെയ്തു വയ്ക്കുന്നതാണ് എനിക്കിഷ്ടം. അടിക്കുക തുടയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നേരത്തെ ഒരു 10-11 മണിൻ്റെ ഉള്ളിൽ എന്തായാലും ചെയ്യണമെന്ന് എനിക്കിഷ്ടം. കാരണം നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ ഒരു വീട് ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നുകയല്ലേ. പിന്നെ ഇത് കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അന്ന് എൻ്റെ മോള് സ്കൂളിൽ ചെറിയ മോള് സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ അവളെന്നെ ഞങ്ങൾ LKG ചേർത്തിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിലാണ്. അപ്പോൾ അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് കുറച്ച് മുന്നത്തെ ഒരു വീഡിയോ ആണ്. അതാണ് അവൾ നീച്ച് വരുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ചെയ്യാറുണ്ട്, എനിക്ക് വല്ല ചുരിദാർ തയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റേത് മാത്രം ഞാനാണ് തയ്ക്കാറ്. എനിക്കും എൻ്റെ മോൾക്കും ഇടാനുള്ളതൊക്കെ ഞാനാണ് തയ്ക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക. പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും യൂട്യൂബിലൊക്കെ നോക്കി എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കും. തയ്ക്കണതിലായാലും ഒന്നും കൂടെ നല്ല രീതിക്കുള്ളത് തയ്ക്കാൻ, ബ്ലൗസൊന്നും തയ്ക്കാൻ കുറച്ച് അറിയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് തയ്ക്കാൻ നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇതിപ്പോൾ ചെറിയ മോൾക്ക് പൊതിച്ചോറ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ രാവിലെ ആയതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു പൊതിച്ചോറാണ് കേട്ടോ അത്. അപ്പോൾ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു പൊതിച്ചോറാണേ. അപ്പോൾ ചെറിയ മോൾക്ക് ഇതുപോലെ ചെറിയ പൊതികളൊക്കെ ഇടയ്ക്ക് വരും. അപ്പോൾ അപ്പോഴേക്കും കിട്ടണം അവൾക്ക്. അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടുന്ന ചെറിയൊരു പൊതിച്ചോറാണ് കേട്ടോ.
അപ്പോൾ ഇതിൽ എന്താ പറയുക, ഇങ്ങനെ വാശിയുള്ള കുട്ടികളൊക്കെ ഉള്ള അമ്മമാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കറിയാൻ പറ്റും. പിന്നെ ഇതുപോലെ മൂത്ത മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എല്ലാം നേരത്തെ കഴിഞ്ഞ് എന്താ പറയുക, ചോറും കറികളൊക്കെ നേരത്തെ ആവുന്ന ആൾക്കാരുണ്ടാവും. മൂത്ത ആൾക്ക് ഇതുപോലെ കറികളൊന്നും കൊണ്ടുപോകാൻ ഇഷ്ടമല്ല കേട്ടോ. ആൾക്ക് ഇതുപോലെ വല്ല എന്താ പറയുക, ഉരുളൻകിഴങ്ങ് വറുത്തത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനാണ് ഇഷ്ടം. അപ്പോൾ ഇതിപ്പോൾ അവൾ ഈ പൊതിച്ചോറ്, ചെറിയ മോൾ ഇതിപ്പോൾ അവൾ മുഴുവൻ കഴിക്കുകയൊന്നുമില്ല. ഈ ഇതിലുള്ള സാധനങ്ങളൊന്നും അവൾ കഴിക്കില്ല, ഉപ്പേരിയൊന്നും കഴിക്കുകയൊന്നുമില്ല. അവൾക്കൊരു വാശി, അവൾക്ക് ഒരു പൊതിച്ചോറ് കഴിക്കണം എന്ന്. അത് ഇതുപോലെ ഫോണിലൊക്കെ കാണുമ്പോൾ അപ്പോൾ തോന്നുന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്ന് ചെറുതായി സെറ്റാക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിലൊരു ഉരുളൻകിഴങ്ങ് മെഴുക്ക് വരട്ടി, പിന്നെ ഒരു തേങ്ങാ ചമ്മന്തി, പിന്നെ സാധാ ഒരു ഉള്ളി ചമ്മന്തി, പിന്നെ അച്ചാർ, ഓംലേറ്റ്, ഇത് മാത്രമാണ് അതിലുള്ളത്. പിന്നെ അപ്പോൾ അങ്ങനെ അവൾക്ക് നല്ല സന്തോഷമായി. അവൾ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. രാവിലെ തോരട്ടതൊക്കെ ഉണങ്ങിയിട്ട്, അപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല വെയിലുണ്ടെങ്കിൽ ഉണങ്ങും. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം തന്നെ എടുത്ത് മടക്കി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക.